എന്ന് പറഞ്ഞിട്ടുള്ള പാം ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള മിഠായി കടയിൽ കയറി. മിഠായിയുടെ കട കണ്ടതും രണ്ടാളുടെയും എല്ലാവിധ കൺട്രോളും പോയി. അത് മേടിക്കുക ഇത് മേടിക്കുന്ന പറഞ്ഞാൽ എല്ലാ മിഠായികളും തൂത്ത് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അത്യാവശ്യം എല്ലാ മിഠായികളും തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുഞ്ഞു കുഞ്ഞു കളറുകളിൽ കുറേ മിഠായികളുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു മിഠായികളൊക്കെ കാണാനായിട്ട്. നമ്മൾ കാണാത്ത കുറേ വെറൈറ്റി ടൈപ്പ് ഓഫ് മിഠായികൾ. അങ്ങനെ ഈ ഒരു ജെല്ലി വേണമെന്ന് രണ്ടാളും പറഞ്ഞു. അതിൻ്റെ അകത്ത് പാമ്പിൻ്റെയും കുപ്പിയുടെയും പല്ലിൻ്റെയും പുഴുവിൻ്റെയൊക്കെ ഷേപ്പിലുള്ള ജെല്ലികളായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ മിഠായികളൊക്കെ മേടിച്ചു. ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, വീട്ടിലേക്ക് പോകണം. പെട്ടി പൊട്ടിക്കണം എന്നുള്ളൊരു ത്രില്ലിലാണ് രണ്ടാളും ഇരിക്കുന്നത്. അത്രയും ആകാംക്ഷയിലാണ്, പെട്ടിക്കകത്ത് എന്താണെന്നുള്ളൊരു ആകാംക്ഷയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ചായയും സമൂസയും കുടിച്ചതിൻ്റെ ഒരു ഇതുകൊണ്ടാണോ എന്ന് അറിയില്ല, എനിക്കൊരു മോര് സോഡ കുടിക്കണമെന്ന് തോന്നി. അപ്പോൾ ഈ ഒരു മോര് സോഡ ഉണ്ടാക്കി തരുന്ന ആൾ കൊടുങ്ങല്ലൂർ അത്യാവശ്യം ഫേമസ് ആട്ടോ. ആളുടെ മഞ്ചാടി സോഡ റീൽസിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സംഭവമാണ്. കൊടുങ്ങല്ലൂരുള്ള ആൾക്കാർക്കാണെങ്കിൽ അറിയാൻ പറ്റുമായിരിക്കും. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, നേരെ വീട്ടിൽ പോവുക, പെട്ടി പൊട്ടിക്കുക, പെട്ടിയിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാണുക, അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, ടാറ്റാ.